ക്രൈസ്തവ സഭകളുടെ ശക്തമായ എതിർപ്പ് ഉയർന്നതോടെ FCRA നിയമ ഭേദഗതി ബില്ലിൽ നിന്ന് കേന്ദ്രത്തിന്റെ താത്കാലിക പിന്മാറ്റം. ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന ഭേദഗതി ചർച്ചയ്ക്കെടുക്കേണ്ടെന്ന് കേന്ദ്രം തീരുമാനിച്ചതോടെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ പാസ്സാകാനുള്ള സാധ്യത മങ്ങി. ബില്ലിനെക്കുറിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണ വരുത്താൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ബില്ലിൽ കടുംപിടുത്തം വേണ്ടെന്ന BJP കേരള ഘടകത്തിന്റെ സമ്മർദ്ദവും കേന്ദ്രത്തിന്റെ പിന്മാറ്റത്തിന് കാരണമായെന്നാണ് വിവരം. എന്നാൽ നിയമ ഭേദഗതിയിൽ കേന്ദ്രം പുനരാലോചനയ്ക്ക് തയ്യാറാകും വരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കേരളമടക്കം BJP വലിയ പ്രതീക്ഷ വെക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലിന് പിന്നാലെയാണ് FCRA ബില്ലിൽ നിന്നുള്ള കേന്ദ്രത്തിന്റെ തന്ത്രപരമായ പിന്മാറ്റം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു. ബിൽ ഇന്ന് പരിഗണിക്കില്ലെന്ന് സ്പീക്കർ MP-മാരെ അറിയിച്ചു. 11 മണിക്ക് ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ MP-മാർ രംഗത്തെത്തി. ബില്ലിനെക്കുറിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും രാജ്യസുരക്ഷ അടക്കം പരിഗണിച്ചാണ് ഭേദഗതിയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിശദീകരിച്ചു. ഇതോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനുള്ള സാധ്യത മങ്ങി. BJP കേരള ഘടകത്തിന്റെ സമ്മർദ്ദം കൂടി കേന്ദ്രത്തിന്റെ താൽക്കാലിക പിന്മാറ്റത്തിന് കാരണമായെന്നാണ് വിവരം. ഒരു കാരണവശാലും ബില്ല് പാസാക്കാൻ അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. ക്രിസ്മസ് കാലത്ത് കേക്കുമായി അരമനകൾ കയറിയിറങ്ങുന്നവരാണ് സഭകളെ ചതിക്കുന്നതെന്ന് KC വേണുഗോപാൽ MP വിമർശിച്ചു. ഈ ബില്ല് കൊണ്ട് ഇന്റർവ്യൂ പാസാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ദുരുപദിഷ്ടിതപരമാണ്, ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ളതാണ്. പാർലമെന്റിനകത്ത് ഈ ബില്ല് അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നാൽ ഏത് വിധേനയും ഈ ബില്ലിനെ തടയും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ബില്ലിന് ചർച്ചയ്ക്കെടുക്കുമെന്ന സൂചന ലഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നിന്ന് UDF MP-മാർ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലേക്ക് തിരിച്ചു. ഹൈബി ഈഡൻ, NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജെബി മേത്തർ എന്നിവരുടെ നേതൃത്വത്തിൽ പാർലമെന്റ് കവാടത്തിനു മുന്നിൽ MP-മാർ പ്രതിഷേധിച്ചു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യതയുണ്ട് എന്ന് BJP കരുതുന്ന ചില മണ്ഡലങ്ങളിൽ പോലും കനത്ത തിരിച്ചടി നേരിടുമെന്ന് ഭയന്നതുകൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് ബില്ല് പാസ്സാക്കാതിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബില്ല് ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതിയോടുകൂടി പിന്നീട് പാസ്സാക്കുമെന്നുള്ളതല്ല. ബില്ല് അതേപോലെ തന്നെ പാസ്സാക്കാൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. നിയമ ഭേദഗതി തിടുക്കപ്പെട്ട് നടപ്പിലാക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ജനാധിപത്യത്തിന്റെ ആത്മാവിനും സാമൂഹ്യ നീതിക്കും വിരുദ്ധമായ ഈ ഭേദഗതി അടിയന്തരമായി കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്. ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനാണ് കേന്ദ്ര നീക്കമെന്ന് ആരോപിച്ച് ജോൺ ബ്രിട്ടാസ് MP കോൺഗ്രസിന്റെ ആത്മാർത്ഥതയിൽ സംശയവും പ്രകടിപ്പിച്ചു. ക്രൈസ്തവ ലേബലിൽ മന്ത്രിയായ ജോർജ് കുര്യൻ ബില്ലിനോട് മുഖം തിരിച്ചെന്നും ബ്രിട്ടാസ്. ജോർജ് കുര്യനെ പോലൊരാള് കേരളത്തിന്റെ കത്തോലിക്ക സമൂഹത്തിന്റെ പേരിലാണ് കേന്ദ്രമന്ത്രിസഭയിൽ വന്നത്. ക്രൈസ്തവ ലേബലിൽ മന്ത്രിയായിട്ട് പോലും ഈ ക്രൈസ്തവർക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ, പാവപ്പെട്ടവർക്കെതിരെയുള്ള ഈ യുദ്ധപ്രഖ്യാപനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും ഉൾപ്പുള്ളവർക്ക് പറ്റുന്നതാണോ എനിക്കറിയില്ല. എന്നാൽ ബില്ലിൽ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP പ്രതിരോധം. ഒരാശങ്കയും ഇത് ക്രൈസ്തവൻ, ഹിന്ദു, സിഖ്, ബുദ്ധ, ഇത് ഇന്ത്യൻ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവരുടെ സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. തെറ്റ് ചെയ്തവർ, അതിപ്പം ശ്രീ പിണറായി വിജയനായാലും ശ്രീ ഉമ്മൻചാണ്ടിയും എന്താണ് പറഞ്ഞിരുന്നത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു. അത് ഏത് ജാതി വിഭാഗത്തിലായാലും ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി. ഒരു ക്രിസ്തീയ സഭയ്ക്കും പേടിയില്ല. ബില്ലിനെതിരെ വിമർശനം കടുപ്പിച്ച് KCBC-യും രംഗത്തെത്തി. നീതി നിഷേധമാണ്. നമുക്ക് നിയമവാഴ്ച ഉണ്ടാവണം നമ്മുടെ രാജ്യത്ത്. അത് സാമൂഹ്യനീതിക്കും സാമാന്യനീതിക്കും ഭരണഘടനയ്ക്കും യോഗ്യമായ രീതിയിലായിരിക്കണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ വരുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ക്രൈസ്തവ സഭകളുടെ മുന്നറിയിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.